ടൺ കണക്കിന് മണ്ണാണ് 4 ആൾ ഉയരത്തിലുള്ളത്. ഉരുളൻ കല്ലുകൾ വേറെയും. വയനാട്ടിലെ കള്ളാടിയിലുണ്ടായ ദുരന്തം ഇവിടെ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ് പാലക്കാട് പട്ടാമ്പി കൊപ്പം ആമയൂർ എരുമത്തടം ഓടുപാറ ഗ്രാമവാസികൾ. മഴ തുടങ്ങിയതോടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ആമയൂർ എരുമത്തടം നിവാസികൾ ഭീതിയിലാണ്. വയനാട്ടിലെ കള്ളാടി ദുരന്തത്തിന്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ് എരുമത്തടം നിവാസികൾക്ക് മുന്നിലുള്ളത്. എരുമത്തടം പ്രദേശത്ത് കുന്നിനു മുകളിൽ പ്രവർത്തിക്കുന്ന കോറിയും ഇവിടെ കൂട്ടിയിട്ട ടൺ കണക്കിന് മൺകൂനയുമാണ് ഇവിടുത്തുകാരുടെ സ്വൈരജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ കൂട്ടിയിട്ട മണ്ണ് കുത്തിയൊലിച്ച് താഴ്വാരത്തെ വീടുകളിലേക്ക് എത്തിയതാണ് ആശങ്ക പടർത്തുന്നത്. മഴയിൽ മൺകൂനയിൽ നിന്നും മണ്ണും ചെളിവെള്ളവുമെല്ലാം സമീപത്തെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരെ ഭീതിയിലാഴ്ത്തുന്നത്. അതായത് ഈ അടുത്താണ് ഇവിടെ കോറിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അത് കാരണം ശക്തമായ സ്ഫോടനം നമുക്ക് അനുഭവപ്പെടുന്നത്. വീടിൻ്റെ കാര്യത്തിൽ വളരെ ഭീതിയിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതുമാത്രമല്ല, ആ മലമുകളിൽ നിന്നുള്ള മണ്ണെല്ലാം ഞങ്ങൾ ഈ അടുത്ത് ഈ മുകളിലായിട്ടുള്ള കോറിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അത് ഒലിച്ചു വരുമെന്നുള്ള ഭീതി നമുക്ക് സ്വാഭാവികമാണല്ലോ, ഉണ്ട്. പിന്നെ ഒലിച്ചു വന്ന വെള്ളമാണ് മണ്ണും. അതുകൊണ്ട് ഈ അടുത്ത് ഞങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കിണറിലേക്ക് അതിൻ്റെ ഉപരിതലത്തിലുള്ള വെള്ളം പോലെയാണല്ലോ കിണറ്റിലെ വെള്ളത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകൽ. അങ്ങനെ ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിലും പേടിയിലാണ്. അതിനേക്കാൾ ഉപരി ആ മണ്ണ് എത്രയോ ഹൈറ്റിലാണ് ആ മണ്ണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ നല്ല പേടിയിലാണ്. പഞ്ചായത്തിലും വില്ലേജ് ഓഫീസർക്കൊക്കെ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികൃതരിൽ നിന്നും ഒരു നീതി, അതായത് ഇവിടെ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന കരിങ്കൽ കോറി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഇതിന് സമീപത്താണ് 6 മാസങ്ങൾക്ക് മുൻപ് എല്ലാവിധ അനുമതിയോടെയും മറ്റൊരു കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ നടപടികൾ ഉണ്ടായില്ല. ഇവരിവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. മഴ പെയ്താലുള്ള വെള്ളങ്ങളൊക്കെ ഒലിച്ചു വന്ന് ഞങ്ങളുടെ പറമ്പിലും വീടുകളിലും കുട്ടികൾക്കും വീട്ടുകാർക്കും മൊത്തം ശല്യം. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ദൂരപരിധി. മണ്ണ് കിടക്കുന്ന എത്രങ്ങാനും ഉയരത്തിലാണ്. വലിയ കുന്നുപോലെ മണ്ണ് പൊടിമണ്ണ് കൊടുന്ന് കൂട്ടിയിരിക്കുകയാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴയും വെള്ളവും ഒക്കെ പാടെ കുറ്റൊലിച്ച് അത് ഇവിടെ വന്നാൽ കാണാം. തീരുമാനം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ട് അറിഞ്ഞ് പ്രവർത്തിച്ചിട്ട് എങ്ങനെയും ഞങ്ങൾക്കൊരു സുരക്ഷ ഉണ്ടാക്കണം. എന്തെങ്കിലും വന്നിട്ട് അപകടങ്ങളും അതൊക്കെ സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ മുന്നേ തന്നെ അവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് പെർമിഷൻ കൊടുത്ത ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരോടൊക്കെ കണ്ട് വിവരങ്ങൾ പറഞ്ഞ് അത് ശരിയാക്കിയിട്ട് ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളൊരു ഇത് വേണം. ഇതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ശല്യമുണ്ട്. പൊടി, അതുപോലെ കുട്ടികൾക്കൊന്നും വീട്ടിൽ കിടക്കാനും ഉറങ്ങാനും പറ്റുന്നില്ല. ഭയങ്കരമായ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ട് കുട്ടികൾ ഞെട്ടിച്ചാടുക, വീടുകൾക്ക് വിള്ളൽ, ജനൽ, അതുപോലെ അലമാരകൾ, അടുക്കളയിൽ വെച്ച പാത്രങ്ങളടക്കം കൊഴിഞ്ഞു വീഴുന്നൊരു ചുറ്റുപാടാണ് ഇവിടുത്തെ വെടിമരുന്നിൻ്റെ സ്ഫോടനത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവരുത് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ പരിസരത്ത് കുറേ വീടുകളുണ്ട്. ഇപ്പോൾ ഈ കുണ്ടടിയിൽ തന്നെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഒരു 10-25 വീട്. ആ പ്രദേശത്തും അപ്പുറത്തും ഇപ്പുറത്ത് കുറേ വീടുകളുണ്ട്. എല്ലാ മതസ്ഥരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇവിടുന്ന് എടുത്തു പോകണം എന്നുള്ളതാണ് അഭിപ്രായം. പുതിയ കോറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നീക്കം ചെയ്ത ടൺ കണക്കിന് മണ്ണാണ് ഇവിടെ കൂനയായി ഉയർന്നു നിൽക്കുന്നത്. ഇത് താഴേക്ക് പതിക്കാതിരിക്കാൻ പടുകൂറ്റൻ കല്ലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. 60-ലേറെ വീടുകൾ കോറിക്ക് താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്നുമുണ്ട്. മഴ ശക്തമായതോടെ മൺകൂനിയിൽ നിന്നും വലിയ തോതിൽ മണ്ണും ചെളിവെള്ളവും താഴെയുള്ള വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. വയനാട്ടിലുണ്ടായതുപോലെ കനത്ത മഴയിൽ മുഴുവൻ മണ്ണും ഇടിഞ്ഞ് എത്തുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിലുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. മൺകൂന നീക്കം ചെയ്യാൻ പലതവണ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ നടപടിയുണ്ടായില്ല. പാറമടയിൽ നിന്നുള്ള ഉഗ്രസ്ഫോടനവും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. ജീവനും സ്വത്തിനും ഭീഷണിയുയർത്തുകയാണ് ഈ മൺകൂന. മഴയിൽ വലിയ തോതിൽ ഒലിച്ചെത്തിയാൽ അത് ഇവിടുത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. നിലവിൽ ചെളിവെള്ളമെത്തി കിണറുകളും മലിനമായി തുടങ്ങി. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.